എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, വീണ്ടും ഞാൻ കുറെ OTT സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ ചില OTT സിനിമകൾ, അതും പ്രത്യേകിച്ച് മലയാളത്തിൽ. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ 2-3 സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ സിനിമ ജലധാര പമ്പ് സെറ്റ്. ജലധാര പമ്പ് സെറ്റ് പേര് പോലെ തന്നെ ഒരു പമ്പ് സെറ്റിന് ജലധാര പമ്പ് സെറ്റ്, അതിനെ കുറിച്ചുള്ളൊരു കഥയാണ്. പമ്പ് സെറ്റിനെ കുറിച്ചുള്ള കഥ. അതിൽ മെയിനായിട്ട് ഇന്ദ്രൻസും നമ്മുടെ ഉർവശി, ഇവരാണ് മെയിൻ കഥാപാത്രങ്ങൾ. വിജയരാഘവൻ കുറച്ച് ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ടെങ്കിലും പുള്ളിക്കൊരു ത്രൂ ഔട്ട് റോളില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ വന്നിട്ട് പുള്ളി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിനിമ മൊത്തം ഉർവശിയും ഇന്ദ്രൻസും പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്താ പറയാ, ഇതൊരു വലിയ അടിപൊളി സിനിമയൊന്നല്ലെന്ന് നമുക്ക് പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ഒരു കണ്ടിരിക്കാം നമുക്ക്. അങ്ങനെ എന്താ പറയാ, വെറുപ്പിക്കലൊന്നുമില്ല, കണ്ടിരിക്കാം. ചെറിയ ചെറിയ തമാശകളും ചെറിയ ചെറിയ ഒരു എന്താ പറയാ, ഒരു സോഷ്യൽ മെസ്സേജ്, ഒരു ചെറിയ സെന്റിമെന്റ്സ്, ഫാമിലി റിലേഷൻഷിപ്പ്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത ഞാൻ കണ്ട, സനൂഷ എന്ന് പറഞ്ഞ നടി കുറെ നാളായിട്ട് നമ്മളെ മലയാള സിനിമയിൽ നിന്ന് വിട്ടുവെക്കായിരുന്നു. ആ സനൂഷ എന്ന് പറഞ്ഞ നടി തിരിച്ചു വന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കുറെ നാളായിട്ട് ഞാൻ സനൂഷിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സനൂഷ് ഇതിലുണ്ട്, ഉർവശിയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വെറുപ്പിക്കലില്ലാത്ത ക്യാരക്ടറാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ക്യാരക്ടേഴ്സ് എല്ലാം എന്താ പറയാ, അത്യാവശ്യം മോശമില്ലാത്തൊരു ക്യാരക്ടറാണ്. തിയേറ്ററിലൊന്നും ഇതിന് അത്ര വലിയൊരു റെസ്പോൺസ് ഒന്നും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് OTT കാണുമ്പോൾ വലിയൊരു മടുപ്പ് തോന്നുന്നില്ല. നമുക്ക് ഫാമിലിക്ക് ആയിട്ട് ഇരുന്നിട്ട് കാണാം, ഒരു വീക്കെൻഡിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. വലിയൊരു സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു എന്താ പറയുക, ഒരു നോർമൽ സ്റ്റോറി ലൈൻ, ഒരു നോർമൽ സിനിമ. വലിയ സംഭവം ഒന്നുമല്ല. പക്ഷെ ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു സൗഹൃദങ്ങളും പിണക്കങ്ങളും ഫാമിലി ലൈഫും അമ്മയും മോളും തമ്മിലുള്ള റിലേഷൻഷിപ്പും അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും എന്നെ പോലെ ഒരു നേച്ചർ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. സോ നിങ്ങൾക്ക് അത്യാവശ്യം ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ എന്താ പറയുക, ക്ലിയർ ആയിട്ട് പറയുന്നു. അത് എനിക്ക് ഗ്യാരണ്ടി തരാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ടില്ലെങ്കിൽ ജലധാര പമ്പ് സെറ്റ് ഒന്ന് കണ്ടു നോക്കുക. നിന്നൊക്കെ ഉണ്ടാക്കിയതിന് പകരം ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ എന്ന് എൻ്റെ അച്ഛൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗൾഫിൽ ഇന്ന് ആ വാഴ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാഴ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എന്തോ അച്ഛൻ വാഴ വെച്ചില്ല, എന്നെ തന്നെ വെച്ചു വളർത്തി വലുതാക്കി. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇതുപോലത്തെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നു. സോ ഗൈസ്, വാഴ എന്നൊരു സിനിമ അടുത്ത് കണ്ടു. തിയേറ്ററിൽ ഞാൻ കണ്ടില്ല. പക്ഷേ കുറേ നല്ല മിക്സ്ഡ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിവ്യൂ ഒക്കെ ചിലർ പറയുന്നത് നല്ല മൂവിയാണ്, ചിലർ നല്ല കോമഡിയാണ്, മറ്റേതാണ് മറിച്ചാണ്. യങ്സ്റ്റേഴ്സിൻ്റെ സിനിമയാണ്, യുവ ജൻ മീൻസ് ന്യൂ ജെൻ സിനിമയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും, ടീൻ ടൈപ്പ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പിന്നെ ഒരു എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊട്ടിക്കൊഴിച്ചാണ് തരുന്നത്. എന്നാലും ഞാൻ സിനിമ കണ്ടു, എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി. ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ എന്താ പറയുക, ഒരു സംഭവമൊന്നുമല്ല സിനിമ. പക്ഷേ എന്നാലും ത്രൂ ഔട്ട് മൂവി നമുക്ക് വലിയൊരു ബോറടിക്കാതെ കണ്ടിരിക്കാം. അതിപ്പോ എല്ലാവർക്കും ഈ സംഭവം പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഇതിൽ കുറെ എന്താ, ചില കോമഡികളൊക്കെ ഭയങ്കര വെളിപ്പാണ്, ചിലതൊക്കെ നല്ല രസകരമായ കോമഡീസ് ആണ്. ചില നല്ല സീനുകളുണ്ട്, ചില നല്ല അടിപൊളി നമ്മളെ എന്താ പറയുക, പൊട്ടിച്ചെരിപ്പിക്കില്ല, അങ്ങനത്തെ ചില സീനുകളുണ്ട്. ചിലത് നമ്മൾ എന്തൊട്ടായത് എന്നുള്ള രീതിയിലുള്ള ചിരിപ്പിക്കുന്ന സീനുകളുണ്ട്. അങ്ങനെയുള്ള കുറേ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളുള്ള കോമഡിയൊക്കെ ഉള്ളൊരു മൂവിയാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി. ഒരു പോലീസ് സ്റ്റേഷനിലൊരു സീനുണ്ട്. ആ സീനിൽ അരങ്ങേറുന്നൊരു ഈ എന്താ പറയുക, ബാക്ക് ബെഞ്ചേഴ്സിനെ പറ്റിയുള്ളൊരു വല്ലാത്തൊരു വികാരഭരിതമായ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. ഈ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു വാക്കുപോര്, അത് കലക്കിയെന്ന് തന്നെ പറയണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സീൻ. അതിൽ ലാസ്റ്റിൽ ഒരുത്തന്നെ ഒരു ചടപട ഡയലോഗ് അടിച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അത് വിറ്റാണ് മോനെ, വിറ്റ്. അതാ പറഞ്ഞത്, ഇതിൽ നല്ല കുറേ വിറ്റുകളുണ്ട്, പിന്നെ കുറേ ചളി വിറ്റുകളുണ്ട്, കുറേ നല്ല കോമഡി മുഹൂർത്തങ്ങളുണ്ട്, ചില ചളി കോമഡി മുഹൂർത്തങ്ങളുണ്ട്. ഓവറോൾ ഫിലിം നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാം. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ കണ്ടിരിക്കാം. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിൽ അച്ഛന്മാരായിട്ട് അഭിനയിച്ചിരിക്കുന്ന നമ്മളെ മെയിൻ സ്ട്രീം കോമഡി നടന്മാർ. കോമഡി നടന്മാരെന്ന് പറയുന്നത് നമ്മളെ ദിലീപും ജയറാമും ഒന്നുമല്ല. നമ്മളെ ഇപ്പോഴത്തെ മെയിൻ സ്ട്രീമിൽ ഇരിക്കുന്ന നമ്മളെ
കോട്ടയം നസീർ, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. രണ്ട് മൂന്ന് പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും അവരോട് അപ്പോൾ നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ സോ ഇവരുടെ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്നുണ്ട്. കലക്കി കേട്ടോ, കലക്കി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. ഈ ഇത്ര നാൾ ഈ മറ്റേ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് സീരിയസ് ഒക്കെ ആയിട്ട്, ഇവർ സീരിയസ് ആണ് എന്നാലും കോമഡി ഉണ്ട്, അതിൽ വലിയ കുഴപ്പമായിട്ടുള്ള ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓരോ കഥാപാത്രങ്ങൾ. അവർ മക്കളും തമ്മിലുള്ള കുറേ ഇൻട്രാക്ഷൻസും താങ്ങുമായൊക്കെ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ്. അത് വളരെ രസമായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമ മികച്ചതാണ്. ആ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു എന്താ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തം അച്ഛന്മാരെയൊക്കെ ആയിട്ടുള്ള ഏകദേശം ആ ലെവലിലൊക്കെ നമ്മളും പോയിട്ടുണ്ടെന്നത് ഈ സിനിമ കണ്ടാൽ അറിയാം. അതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്നും ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടോ, നല്ല പിള്ളേർക്ക്, അവർക്കും പറ്റിയ സിനിമയാണ്. അവരച്ഛന്മാരും എങ്ങനെയായിരുന്നെന്നും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നെന്നും പോലും ഇതിൽ കാണിക്കുന്നുണ്ട്. സോ ഇത് രണ്ട് വേയിലും ഇത് നമുക്കെടുക്കാം. എന്ന് പറഞ്ഞാൽ തലതെറിച്ച പിള്ളേർ അച്ഛന്മാരെങ്ങനെ അവർക്കുണ്ടായ സംഭവങ്ങളും, തലതെറിച്ച പിള്ളേർക്കുണ്ടായ സംഭവങ്ങളും, തലതെറിക്കാത്ത പിള്ളേർക്ക് പഠിപ്പിസ്റ്റായ പിള്ളേരും അവരുടെ അച്ഛന്മാർക്കുണ്ടായ സംഭവങ്ങളും, ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബോറടിക്കാതെ ഇത് കണ്ടു തീർക്കാം. പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞല്ലോ. ചിലർക്ക് മൂവി ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിത് ഭയങ്കര ഹൈപ്പായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കാം. എനിക്ക് കുറേ ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. എന്താ പറയുക, മനസ്സിൽ നിറഞ്ഞ് ചിരിക്കാൻ. അപ്പോൾ മനസ്സിൽ നിറഞ്ഞ് ചിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കൂടും, നമ്മളെ ടെൻഷനൊക്കെ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാതാണ് എനിക്ക് തോന്നിയത്. ഭരതനാട്യം എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇത്ര ട്രെയിലറൊന്നും കണ്ടിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭരതനാട്യത്തിനെ പറ്റിയുള്ള ഫിലിമാണോ ഇനിയിപ്പോൾ. എനിക്ക് ഇത് കാണുന്ന തന്നെ എന്താ പറയുക, ഭയങ്കര ബോറാണ്. ഭയങ്കര സാഡായിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും മിക്കവാറും. പക്ഷേ ഇത് അതൊന്നുമല്ല. ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഭരതൻ്റെ നാട്യം എന്ന് പറഞ്ഞാൽ ഭരതൻ എന്നുള്ളൊരു ക്യാരക്ടർ സായികുമാറാണ് ചെയ്യുന്നത്. അതിൽ സൈജു കുറുപ്പാണ് പുള്ളിയുടെ മോൻ. അവരെ ഒരു കഥ സംഭവം സ്റ്റാർട്ടിങ്ങൊക്കെ ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു സുഖമായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു പടത്തിലൊരു ട്വിസ്റ്റ് വരാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ട്വിസ്റ്റിനെ പറ്റി പറയുന്നില്ല, നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്. ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പടം പിക്കപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് വേറെ ലെവലിലേക്കാണ് പടം പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ എന്താണെന്ന് പറയുന്നില്ല, എന്നാൽ മിക്കവാറും നിങ്ങൾ കണ്ടു കാണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറേ ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ടുള്ളൊരു വിറ്റോ കോമഡിയോ ഒന്നുമില്ല. പക്ഷെ ചില രംഗങ്ങൾ നല്ല രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. സായികുമാർ അത്യാവശ്യം എന്താ പറയുക, കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളി മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഭയങ്കര ടയർഡാണ്. നമുക്ക് പുള്ളിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി ആകെ അവശതയായിട്ടിരിക്കുകയാണ്. സൈജു ഗ്രൂപ്പിന് അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ ഉണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് കുഴപ്പമില്ല, അങ്ങോട്ട് ഫലിക്കുന്നില്ല സംഭവം. എന്താണെന്ന് പറയുക, ആ ക്യാരക്ടറേക്ക് അത്യാവശ്യമൊക്കെ വന്നിട്ടുണ്ട് പുള്ളി. പക്ഷേ അത്രയ്ക്ക് അങ്ങനെ ഡെപ്തുള്ള ക്യാരക്ടറൊന്നുമല്ല, അതാണ് പ്രശ്നം. ഈ സിനിമ ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് പെർഫോം ചെയ്ത് ഇതാക്കാൻ പറ്റുന്ന രീതിയിലല്ല സിനിമ പോകുന്നത്. ഒരു ഓർഡിനറി മൂവി എന്നുള്ള രീതിയിലാണ് അവർ ഫിലിം എടുത്തിരിക്കുന്നത് തന്നെ. വലിയ സംഭവമൊന്നുമില്ല, വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അങ്ങനെയുള്ള സംഭവമായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം, അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, കുഴപ്പമില്ല, കണ്ടിരിക്കാം. വേറെ പടമൊന്നും കാണാനില്ലെങ്കിൽ ഇത് അത്യാവശ്യം ബോറടിക്കാതെ കണ്ടിരിക്കാവുന്നൊരു പടമാണ്. ഞാൻ പറയില്ല, ഇത് സ്റ്റാർട്ടിങ് കുറച്ച് ഒരു ചെറിയൊരു ബോറടി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന അതിനോടനുബന്ധിച്ച് അത് കഴിഞ്ഞിട്ട് സംഭവം അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റിൽ കുറച്ചൊരു സെൻറ്റി സീൻസൊക്കെ ഉണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എന്താ പറയുക, ഒരു ആവറേജ് മൂവി, അല്ലാണ്ട് വലിയ കിടില മൂവിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ മോൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഓക്കെയാണെന്നുള്ളത്. പക്ഷേ എന്നാലും ഞാനൊരു കുറ്റം പറയുന്ന സിനിമയെ പറ്റിയിട്ട് അത്യാവശ്യം അവരേതായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് പറയാം. ഞാൻ അതിന് കുറ്റം പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയൊരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ശരിക്കും കൂടി കുറച്ചുകൂടി എന്താ പറയുക, നല്ലൊരു സ്ക്രീൻ പ്ലേ, നല്ലൊരു എന്താ പറയുക, ഒരു മേക്കിങ്ങിലൂടെ കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്താ പറയുക, ഇനിയിപ്പോൾ സായികുമാറിൻ്റെ ഒക്കെ റോള് പുള്ളിയുടെ ഒരു സിറ്റുവേഷൻ കാരണം അത് വെട്ടിക്കുറച്ച് ഒരു ലെവലിലേക്ക് കുറച്ചതാണോ എന്നൊക്കെ എനിക്ക് തോന്നി അത് കണ്ടപ്പോൾ. കുറച്ചുകൂടി ബെറ്ററാക്കി ചെയ്യാറുന്നൊരു സിനിമയായിരുന്നു അത്. സൈജു ഗ്രൂപ്പിനും കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു. പക്ഷേ അതൊരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാത്ത രീതിയിൽ ഒരു കോമഡി അല്ല, എന്നൊരു ട്രാജഡി അല്ല, ഒരു ഡ്രാമ അല്ല എന്ന രീതിയിൽ എല്ലാത്തിലും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അങ്ങോട്ട് കൊണ്ട് അവസാനിപ്പിച്ചു. അത്രേ ഉള്ളൂ. എന്തായാലും കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ.
പിന്നെ ഈ ആഴ്ച ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയാണ് CID രാമേന്ദ്രൻ റിട്ടയർഡ് CI. അതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ ഞാൻ വിചാരിക്കുന്നു. CID രാമേന്ദ്രൻ. നമ്മൾ CID മ്യൂസിയൊക്കെ പോലത്തെ ഒരു സിനിമയാണ് നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും. പക്ഷെ അതങ്ങനെയല്ല, കുറച്ചൊരു സീരിയസ് ആയുള്ള സിനിമയൊക്കെയാണ്. അപ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രം അവതരിപ്പിക്കുന്നത് കലാഭവൻ ഷാജോണാണ്. പിന്നെ ബൈജു ഉണ്ട്, ബൈജു ചേട്ടനുണ്ടല്ലോ, നമ്മളെ ബൈജു, തഗ് ബൈജു. പിന്നെ വേറെ അനുമോളെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമയിൽ കാണുന്നത്. അതും ഒരു ചെറിയ റോളേ ഉള്ളൂ. പിന്നെ മറ്റേ കരമന പുള്ളിയുണ്ട്, പുള്ളിയുടെ പേര് പറഞ്ഞത് എന്തോ ഒരു കരമന, സുധീർ കരമനയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ. അങ്ങനെ ഒരു ചെറിയ സിനിമ ആൻഡ് ഇതൊരു അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ഒരു റിട്ടയർഡ് CI പുള്ളി അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറയാം. ഒന്ന്, ഒരു റിട്ടയർഡ് പോലീസുകാരൻ്റെ ലൈഫ് എങ്ങനെയാകുന്നു എന്ന അവസ്ഥയാണ് ഇതിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. അതിൽ നമ്മളെപ്പോഴും കാണുന്ന യൂണിഫോമിൽ നടക്കുന്നത് പോലീസുകാരെയാണല്ലോ. അപ്പോൾ ഈ പോലീസുകാരൻ റിട്ടയർ ചെയ്തതിന് ശേഷം അവരുടെ ലൈഫ് ഒരു റിയൽ ലൈഫിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഈ സിനിമയിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. അത് വളരെ നീറ്റായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ശരിക്കും നടക്കുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾ ചില സുരേഷ് ഗോപിയുടെ സിനിമ കാണുമ്പോൾ ചില കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് വീണ്ടും അവർ വെല്ലുവിളിക്കുന്നതൊക്കെ കാണിക്കാം. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമല്ല. അതിൽ ആ പോലീസുകാരന് എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവർ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു മൂവിയുടെ ഒരു തുടക്കം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താ പറയുക, ഇന്ത്യയിൽ എൻഗേജ്ഡ് ആണ്. ഇന്ത്യയിൽ ഒരു പണി ചെയ്യണം, ഇങ്ങനെ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. പുള്ളി ഇത്ര നാളും ഒരു 30-35 വർഷം പോലീസൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി ഒരു CID സ്ഥാപനം തുറക്കുന്നതാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. ഞാൻ കഥ ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ബൈജു ഒരു വക്കീലിൻ്റെ വേഷമാണ് ചെയ്യുന്നത്. ബൈജു ആണ് ഇതിൽ നമ്മളെ ഷാജോൻ്റെ ക്യാരക്ടറിനെ, ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരു CID ആവാനും എന്നൊക്കെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കേസിലേക്ക് വലിച്ചടയ്ക്കുന്നതും. ആ കേസിലെ പ്രതിയാണ് നമ്മളെ സുധീർ കരമന ചെയ്യുന്ന ക്യാരക്ടർ. ആ കേസിൽ ഉള്ള വേറൊരു ക്യാരക്ടറാണ് ഈ അനുമോളുടെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഇത്. അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കഥയാണ്. വളരെ രസകരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. എന്തുകൊണ്ടാണ് ഈ സിനിമ ശ്രദ്ധിക്കപ്പെടാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്രീൻ പ്ലേയിൽ ചില ലാഗ് ഉണ്ട്. പിന്നെ ആ പേസ് വളരെ സ്ലോ ആണ്. അങ്ങനെയുള്ള ബിക്കോസ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേസും സ്ലോ ആണ്. പുള്ളി അങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറല്ല. നമ്മളൊരു സൂപ്പർ ഹ്യൂമൻ കോപ്പൊന്നല്ല പുള്ളി ഒരു സാധാരണ ഒരു SI, സാധാരണ ലെവലിൽ അന്വേഷണമൊക്കെ കണ്ടുപിടിച്ച് ജീവിക്കുന്ന നമ്മൾ അങ്ങനെ ഒരു ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ കണ്ട പോലത്തെ ഒരു സാധാരണ കോപ്പ്. അതിനങ്ങനെ കുറച്ചുകൂടി സാധു മനുഷ്യൻ, അങ്ങനെ ഒരു പ്രോപ്പർ ഹ്യൂമൻ ബീയിങ് SI എങ്ങനെയായിരിക്കും, അങ്ങനെ കുറച്ചും കൂടി ഒരു എന്താ പറയുക മനസാക്ഷിയൊക്കെ ഉള്ള SI. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ അത്യാധുനിക സംവിധാനങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ഒരു കൊക്കിൽ ഞാൻ വന്ന പൈസയൊക്കെ വെച്ചിട്ടാണ് പുള്ളി കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേസ് അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എതിർഭാഗത്ത് നിൽക്കുന്നവരൊക്കെ സഹകരിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷനിലൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഈ ഒരു റിട്ടയർ ചെയ്ത പോലീസുകാരൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ, അതും പോലീസിൽ നിന്ന് തന്നെ, പിന്നെ മറ്റുള്ള പബ്ലിക്കിൽ നിന്നൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയില്ലേ, ഇതൊരു അത്യാവശ്യം നന്നായിട്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ ഒരു ലെവലിലാണ് പോകുന്നത്, ഒരു സ്ലോ പേസിലാണ് കഥ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല പല പ്രേക്ഷകരും ഈ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു. പക്ഷേ OTL കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം, ബോറടിക്കാതെ. ഒരു നല്ല ട്വിസ്റ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക ഒരു ത്രില്ലിങ് സ്റ്റോറിയൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി തന്നെയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നിയൊരു സിനിമയാണത്, CID രാമേന്ദ്രൻ റിട്ടയർഡ് SI. പിന്നെ വിശേഷം എന്ന് പറഞ്ഞൊരു സിനിമയും കൂടെയും OTT ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കതിന് റിവ്യൂ പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് ഞാൻ വേറൊരു ദിവസം ആ റിവ്യൂ ഇടാം. പക്ഷേ ഞാൻ ചില റിവ്യൂസൊക്കെ കണ്ടു നോക്കി, വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ് കണ്ടത്. ഒരു പുതിയ ഡയറക്ടറാണ്, അയാൾ തന്നെയാണ് അതിൽ അഭിനയിക്കുന്നതും. ഇതെന്തോ ബേസിൽ ജോസഫിന് വേണ്ടി വെച്ചിരുന്ന റോളാണെന്നൊക്കെയാണ് അതിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. പിന്നെ പുള്ളി തന്നെ കയറി അഭിനയിച്ച് അത് ഇതായെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു ഇത്ര മൂവീസാണ് ഈ ഒരു ദിവസങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തൂ. അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം, ബൈ ബൈ.